30 വർഷം വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സിച്ച ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റാരോഗ്യ ജീവനക്കാർ, തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെയും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെയും അതിൻ്റെ നിരവധി പ്രവർത്തകന്മാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സർക്കാർ നിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന മെഡിക്കൽ ബോർഡ് അംഗങ്ങളായ വിദഗ്ധ സംഘാംഗങ്ങൾ, ഇവരെല്ലാം പുഷ്പൻ്റെ 30 വർഷത്തെ ജീവിതത്തിന് നാം അവരോടെല്ലാം കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് പുഷ്പനെ പൂർണ്ണമായും കിടപ്പ് രോഗിയായ, നട്ടെല്ലിന് ക്ഷതമേറ്റതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ആ പുഷ്പനെ പരിചരിച്ച കുടുംബാംഗങ്ങൾ, 30 വർഷം മുമ്പുള്ള ആ പരിചരണത്തിന് നേതൃത്വം കൊടുത്ത ആ കുടുംബാംഗങ്ങൾ ആശുപത്രിയിൽ അവസാന ശ്വാസം വരെ പുഷ്പനോടൊപ്പം ഉണ്ടായിരുന്നു. പുഷ്പനെ കഴിഞ്ഞ കുറേ വർഷക്കാലമായി ചികിത്സിച്ചു വരുന്ന ഡോക്ടർ ശൈലേഷ് ഇവിടെ എത്തിച്ചേർന്നത് മാത്രമല്ല, ഗാസ്ട്രോ എൻട്രോളജിയുടെ സർജനായ അദ്ദേഹം പുഷ്പൻ്റെ എല്ലാ ശാരീരിക കാര്യങ്ങളും കൃത്യമായി പഠിച്ച വിദഗ്ധ ഡോക്ടർ. അദ്ദേഹം പുഷ്പൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു കുറിപ്പ് പത്രത്തിൽ നൽകിയത് നിങ്ങൾ വായിച്ചിരിക്കും. അദ്ദേഹത്തിനും മെഡിക്കൽ സംഘ അംഗങ്ങൾക്കുമെല്ലാം അത്ഭുതമായിരുന്നു പുഷ്പൻ. അങ്ങനെയൊരു ജീവിതം, വെടിയേറ്റ് 30 വർഷക്കാലം ജീവിച്ച ഒരു വിപ്ലവകാരി, ഒരു മനുഷ്യൻ, ഒരു പോരാളി ചരിത്രത്തിൽ വേറെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് പുഷ്പൻ. പുഷ്പൻ അന്ന് നടത്തിയ പോരാട്ടം ഞങ്ങളെല്ലാം പങ്കെടുത്ത പോരാട്ടം കൂടിയാണ്. അന്നത്തെ UDF സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു, അനീതിക്കെതിരായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടം സ്വകാര്യമായി നടത്തിയ ഒന്നല്ല, DYFI കൂടിയതായിരുന്നു. അന്ന് DYFIയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഞാൻ പങ്കെടുത്തിരുന്നു. ആലക്കണ്ടി കോംപ്ലക്സിൻ്റെ അവിടെയായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത് KK രാജീവൻ അടക്കമുള്ളവർ. പക്ഷെ അന്നത്തെ വെടിവെപ്പ് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയവർക്ക് നേരെയല്ല. ഞങ്ങളെല്ലാം ലാത്തി കൊണ്ടടിച്ചും ബൂട്ട്സ് കൊണ്ട് ചവിട്ടിയും ഹെൽമെറ്റ് കൊണ്ട് അടിച്ചുമെല്ലാം പോലീസുകാർ ഒരു വിധത്തിൽ ജീവച്ചവങ്ങളാക്കി ഇട്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവൻ കിട്ടി. ഞങ്ങളെ ലാത്തിച്ചാർജ് കൊണ്ട് അടിച്ചൊതുക്കുന്ന സമയത്ത് ഞങ്ങൾ കിടന്ന ആ റോഡിൻ്റെ തൊട്ടടുത്ത ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു മാധ്യമപ്രവർത്തകർ തടങ്കലിലടക്കപ്പെട്ടത്. പക്ഷേ അവരെല്ലാ ചിത്രങ്ങളും എടുത്തു. നിങ്ങൾ ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. തോക്കും കൊണ്ട് നേർക്കുനേർ വെടിവെച്ച് പോകുന്ന പോലീസുകാരുടെ ദൃശ്യം. ഒരൊറ്റ വെടിയുണ്ടെയും ആകാശത്തേക്ക് പോയില്ല. അവർ നേർക്കുനേരെയായിരുന്നു വെടിവെച്ചത്. വെടിയേറ്റ് മരിച്ചു വീണ ഒരാൾ ഈ ടൗൺ ഹാളിൻ്റെ അടുത്ത് മന്ത്രി വന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 10-700 മീറ്റർ അകലെയാണ്. അതുകൊണ്ടാണ് സർക്കാർ നിയോഗിച്ച മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത്, പോലീസിൻ്റെ ലക്കും ലഗാനുമില്ലാത്ത അക്രമമായിരുന്നു കൂത്തുപറമ്പിൽ നടന്നത്. മനുഷ്യനെ എല്ലാ നിയമവ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. മിനി ജാലിയൻ ബാലാബാഗ് എന്ന് പറയാവുന്ന ഒരു സംഭവം. ആ സംഭവത്തിന് ഉത്തരവാദി അന്നത്തെ UDF സർക്കാരാണ്. ആ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടായിരുന്നു സമരം. 96-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന്
ഒരു സ്വാശ്രയ നിയമം കൊണ്ടുവന്നു. സാമൂഹ്യ നീതിയും മെറിറ്റും ഉറപ്പുവരുത്തുന്ന ഒരു നിയമം. ആ നിയമം വന്നപ്പോൾ ഒരു കാര്യം DYFI പ്രവർത്തകരെല്ലാം പറഞ്ഞു. DYFI എന്തിനു വേണ്ടി സമരം ചെയ്തോ ആ സമരത്തിലെ ആവശ്യം LDF പരിഗണിച്ചു. പിന്നീട് വന്ന LDF സർക്കാർ ആ നിയമത്തിൽ പഴുതുകളുള്ളതെല്ലാം തന്നെ അടച്ചുകൊണ്ട് ഒരു ഫീ റെഗുലേറ്ററി കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഫീസ് നിയന്ത്രിച്ചു. ഇന്നിപ്പോൾ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിലെ എല്ലാ പ്രവേശനവും മെറിറ്റ് മാത്രം മാനദണ്ഡമാക്കി. അതാണ് കൂത്തുപറമ്പ് സമരത്തിൻ്റെ നീക്കിവാക്കി. പുഷ്പൻ 30 വർഷം ജീവിച്ച രക്തസാക്ഷിയായി മാറി. ഇപ്പോൾ രക്തസാക്ഷിയായി എന്ന് നമ്മൾ പറയുമ്പോൾ ആ 30 വർഷം പുഷ്പൻ ചങ്കുറപ്പോടെ ജീവിച്ചതിന് കാരണം ന്യായത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി പൊരുതിയത് കൊണ്ടാണ്. ആ പോരാട്ടത്തിലാണ് പുഷ്പൻ പങ്കെടുത്തത്. ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് പിന്നീട് LDF ഭരണത്തിലൂടെ സാക്ഷാത്കരിച്ചത്. ഇന്ന് പോലീസിനെ കുറ്റം പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഇങ്ങനെയൊരു വെടിവെപ്പ്, ഇങ്ങനെയൊരു ക്രൂരമായ നരനായാട്ട് LDF ഭരണത്തിൽ ഉണ്ടായോ? LDFിൻ്റെ പോലീസ് നയം ജനപക്ഷ നയമാണ്. എന്നാൽ UDFിൻ്റെ നയമോ ജനങ്ങളെ വേട്ടയാടാനാണ്, വെടിവെച്ച് കൊല്ലാനാണ്, നേർക്കുനേർ വെടിയുതിർക്കാനാണ്. അതുകൊണ്ട് തന്നെ പുഷ്പൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മ തെറ്റിനെതിരായി, അനീതിക്കെതിരായി പൊരുതാനുള്ള കരുത്താണ് നമുക്ക് പകരുക.